വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മുടെ ചർച്ച. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഹംദോടുകൂടി എഴുന്നേറ്റ് ഭാര്യയെ ഭർത്താവിനെയൊക്കെ വിളിച്ചുണർത്തി ആദ്യമായി ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ബാത്റൂമുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ആദാബുകളൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ചെറിയ തോതിൽ നമ്മൾ വിശദീകരിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതല്ലേ, അതുകൊണ്ട് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിസ്വാക്ക് ചെയ്യലാണ്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മിസ്വാക്ക് ചെയ്യുമായിരുന്നു, പ്രത്യേകിച്ച് രാത്രിയിൽ. വകാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈൽ യശൂസു ഫാഹു ബിസ്സിവാക്. ഹബീബായ നബി തങ്ങൾ രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മിസ്വാക്ക് ചെയ്യുമായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ അതിൻ്റെ അദബ് പോലെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനെ, അപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു എന്ന നിലയിലും ഉളൂഇന്റെ മുന്നോടിയായി എന്ന നിലയിലും നമ്മൾ ആ നിയ്യത്തൊക്കെ ചെയ്ത് മിസ്വാക്ക് ചെയ്യണം. എൻ്റെ ഉമ്മത്തിനൊരു ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാ ഉളൂഇന്റെ ഘട്ടത്തിലും മിസ്വാക്ക് ഞാൻ അവർക്ക് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി ഉളൂ. ഹദീസ് ശ്രദ്ധിക്കണേ, ഇതിന്റെ ഗൗരവം ശ്രദ്ധിക്കണം. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി, എൻ്റെ ഉമ്മത്തിന് ഒരു പ്രയാസമാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ലഅമർതുഹും, നിർബന്ധമായും അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, ബിസ്സിവാകി ഇൻദ കുല്ലി ഉളൂ, എല്ലാ ഉളൂഇന്റെ ഘട്ടത്തിലും ഒന്ന് മിസ്വാക്ക് ചെയ്യണം. അതവരോട് ഞാൻ നിർബന്ധത്തിന്റെ കൽപ്പന തന്നെ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് കൽപ്പിച്ചാൽ അവർക്ക് പിന്നെ അത് വാജിബായി കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അവരോട് കൽപ്പിക്കാത്തത്. എന്നാൽ അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അള്ളാഹു അത് പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏകദേശം നമ്മളൊക്കെ വീട്ടിലെ ബാത്റൂമിൽ നിന്നാണ് ഉളുവെടുക്കാറ്. ബ്രഷ് പലപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ഉളു ചെയ്യുന്നിടത്തൊരു ബ്രഷ് കരുതുക. ഒന്ന് ജസ്റ്റ് പ്രിയപ്പെട്ടവരെ, ആ ഒരു മിസ്വാക്ക് കൊണ്ട് വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു ആ സുന്നത്തുകളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മിസ്വാക്കിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. വിശ്വാസിയുടെ ദിനരാത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചര്യയായത് മാറണം. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ അത് മുർസലീങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്, മഹാന്മാരായ മുർസലീങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. ഒന്ന് അൽ ഹയാ, അവരൊക്കെ നല്ല ലജ്ജയുള്ളവരായിരിക്കും. അവരൊക്കെ നല്ല ലജ്ജയുള്ളവരായിരിക്കും. വത്തഅത്തുറു, അത്തർ പൂശുന്നവരാണ്, സുഗന്ധം പൂശുന്നവരാണ്. വസ്സിവാക്ക്, അവര് മിസ്വാക്ക് ചെയ്യുന്ന കാര്യത്തിലേറെ ശ്രദ്ധിക്കുന്നവരാണ്. വന്നിക്കാഹ്, നിക്കാഹിന്റെ കാര്യത്തിലും ഈ 4 കാര്യങ്ങൾ അംബിയാഇന്റെ ചര്യയിൽപ്പെട്ടതാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ ഓർക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, മിസ്വാക്കിന്റെ കാര്യത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കാത്തവർ, മിസ്വാക്കിന്റെ വിഷയത്തിൽ, പല്ല് തേക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കൊടുക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകമായൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കേൾക്കണ്ടേ? മിസ്വാക്ക്
മിസ്വാക്കിന്റെ കാര്യത്തിൽ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആവർത്തിച്ചെന്നോട് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നിപ്പോയി, ഇങ്ങനെയാണെങ്കിൽ പല്ല് കൊഴിഞ്ഞു പോകുമല്ലോ. മിസ്വാക്കിന്റെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിരന്തര ഉപദേശം കേട്ട് ഇങ്ങനെയെങ്കിൽ റബ്ബേ പല്ല് കൊഴിഞ്ഞു പോകുമല്ലോ എന്നെനിക്ക് തോന്നിപ്പോയെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസാല ജിബ്രീലു യൂസീനി ബിസ്സിവാക്. മിസ്വാക്കിന്റെ കാര്യത്തിൽ നിരന്തരമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. എപ്പ വന്നാലും ഇടയ്ക്കിടയ്ക്ക് മിസ്വാക്കിന്റെ കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തും. ഹത്താ ഖശീതു അലാ അസ്നാനി, ഇങ്ങനെയാണെങ്കിൽ പല്ല് കൊഴിഞ്ഞു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. അതിനു മാത്രം മിസ്വാക്കിന്റെ കാര്യത്തിൽ എന്നോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മിസ്വാക്ക് സുന്നത്തുള്ള പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളും സമയങ്ങളൊക്കെയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വഴിയെ പറയും. പരമാവധി അതൊക്കെ ഒന്ന് പാലിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വഫാത്തിന്റെ തൊട്ട് മുമ്പ് പോലും ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് വേദനയോടുകൂടെ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്വാക്കിന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തില്ലേ? എന്തേ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ നമ്മൾ പോകുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വഫാത്തിന്റെ തൊട്ട് മുമ്പ് മുത്തുനബി എൻ്റെ വീട്ടിലാണ്, അർദ്ധരാത്രിയിലാണ് എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. വേദന വല്ലാതെ മൂർച്ഛിച്ചിരിക്കുന്നു, രോഗം വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാ ദഖല അലൈഹി അബ്ദുർറഹ്മാൻ ഇബ്നു അബീ ബക്കർ, എൻ്റെ ആങ്ങള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, എൻ്റെ ആങ്ങള അബ്ദുർറഹ്മാൻ എന്നവർ അങ്ങോട്ട് കയറി വന്നു. വഫീ യദിഹി സിവാക്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. ഫളന്നൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൻളുറു ഇല സിവാക്, ആ സമയത്ത് മുത്തുനബി ആഗ്രഹത്തോടുകൂടെ സിവാക്കിലേക്ക്, ആ മിസ്വാക്കിലേക്ക്, ബ്രഷിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കണ്ടു. അബ്ദുറഹ്മാൻ എന്നവർ കയറി വന്നപ്പോൾ കയ്യിൽ മിസ്വാക്കുണ്ട്. മുത്തുനബി പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ വലാകിന്നഹു ലം യസ്തതി അൻ യത്ലബഹു മിൻ ശിദ്ദതി മറളിഹി, ആ രോഗം വല്ലാതെ മൂർച്ഛിച്ച കാരണത്താൽ എനിക്ക് ആ മിസ്വാക്കൊന്ന് തരുമോ എന്ന് ചോദിക്കാൻ മുത്തുനബിക്ക് കഴിയുന്നില്ല. ആയിഷ ബീവിക്ക് കാര്യം മനസ്സിലായി. ഫഫഹിമത്തി സയ്യിദത്തു ആയിഷ മിൻ നളറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദത്തി സിവാക മിൻ അബ്ദുർറഹ്മാൻ വവളഅതുഹു ഫീ ഫമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിക്ക് മിസ്വാക്കിനോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വേഗം അത് വാങ്ങിയിട്ട് മുത്തുനബിയുടെ വായയിൽ വെച്ചു കൊടുക്കുകയാ. പക്ഷേ സഹോദരാ സഹോദരി, ഫലം യസ്തതി അൻ യസ്താക ബിഹി, അല്ലാഹുവിന്റെ റസൂലിന് രോഗമത്രത്തോളം മൂർച്ഛിച്ചത് കൊണ്ട് സ്വന്തമായി മിസ്വാക്ക് ചെയ്യാൻ വയ്യ, മിസ്വാക്ക് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ ആയിഷ ബീവി ഫഅഖദത്ഹു മിനൻ നബി, ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ വായയിൽ നിന്ന് അതിങ്ങെടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തതായിരുന്നു. നബിക്ക് മിസ്വാക്ക് ചെയ്യാൻ വയ്യ, അപ്പോൾ അത് ഇങ്ങോട്ട് തന്നെ എടുത്തു. എന്നിട്ട് വജഅലത് തുലയ്യിനുഹു ബിഫമിഹാ, തന്റെ വായ കൊണ്ട് കടിച്ചിട്ട് അതൊന്ന് മൃദുലമാക്കി മയപ്പെടുത്തി.
وردته للنبي مرة أخرى حتى يكون طريا عليه. വളരെ ലോലമായ രൂപത്തിലാക്കി. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ആ സമയത്ത് മുത്ത് റസൂലിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കാൻ. എന്നിട്ട് സന്തോഷത്തോടെ പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കാര്യം പറയുന്നുണ്ട്. കാന ആഖിറു ഷൈഇൻ ദഖല ജൗഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവരീഖി. അവസാനമായി മുത്ത് റസൂലിന്റെ വായയിലേക്ക് വഫാത്തിന്റെ തൊട്ട് മുമ്പ് പ്രവേശിച്ചത് എൻ്റെ ഉമിനീരാണ്. فكان من فضل الله على أن جمع بين ريقي وريق النبي صلى الله عليه وسلم قبل أن يموت. വഫാത്താകുന്നതിന്റെ തൊട്ട് മുന്നോടിയായി എൻ്റെ ഉമിനീരും മുത്തുനബിയുടെ ഉമിനീരും അല്ലാഹു ഒരുമിച്ച് കൂട്ടി. നിങ്ങൾ ആലോചിക്കണം, ആ വഫാത്തിന്റെ ഘട്ടത്തിൽ പോലും മിസ്വാക്കിന്റെ കാര്യത്തിൽ അത്രത്തോളം ആഗ്രഹിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ ഇതൊരു വലിയ വിഷയമായി വിശ്വാസി കാണണം. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട സമയത്തൊക്കെ ചെയ്യണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ റകഅതാനി ബിസിവാകിൻ ഖൈറുൻ 70 റകഅതൻ ബിദൂനി സിവാക്. എന്തേ ഇതിന്റെ ഗൗരവം ആലോചിക്കാത്തത്? മിസ്വാക്ക് ചെയ്തിട്ട് നിസ്കരിക്കുന്ന 2 റകഅത്താണ് ഖൈറുൻ 70 റകഅ ബിദൂനി സിവാക്. മിസ്വാക്കില്ലാതെ നമ്മൾ നിസ്കരിക്കുന്ന 70 റകഅത്തിനേക്കാൾ മിസ്വാക്കോടുകൂടെ നിസ്കരിക്കുന്ന 2 റകഅത്താണ് റബ്ബിന്റെ അടുക്കൽ ഖൈറെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശ്രദ്ധിക്കണം, പലപ്പോഴും പല ആളുകളുടെയും ഒക്കെ ജുബ്ബയുടെയും മറ്റും കീശയിൽ മിസ്വാക്ക് കാണാം. നിസ്കരിക്കാൻ വേണ്ടി ആ കൈ കെട്ടുന്നതിന് തൊട്ട് മുമ്പ് അവരൊന്ന് അതെടുക്കും. അതിനേറ്റവും നല്ലത് മരക്കഷ്ണമാണ്, അതിലേറ്റവും നല്ലത് സുഗന്ധമുള്ളതാണ്, അതിലേറ്റവും നല്ലത് അറാക്കാണ്. ആ അറാക്കിൽ ഏറ്റവും നല്ലത് വാടിയതാണ്, പിന്നെ ഉണങ്ങിയതാണ്, പിന്നെ പച്ചയാണ്. പലരുടെയും കയ്യിൽ അറാക്കിന്റെ കഷ്ണമുണ്ടാകും. എന്നിട്ട് നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരൊന്ന് മിസ്വാക്ക് ചെയ്യും. 2 റകഅത്ത് മിസ്വാക്കോടുകൂടെ നിങ്ങൾ നിർവഹിക്കുന്നത് മിസ്വാക്കില്ലാതെ 70 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ. മിസ്വാക്കോടുകൂടെ നിസ്കരിച്ചിട്ട് നീ ഖുർആൻ ഓതുമ്പോൾ മാലാഖമാര് വന്ന് നിന്നെ ചുംബിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ഇദാ സവ്വക സുമ്മ ഖാമ യുസല്ലിൽ മലകു ഖൽഫഹു. ഒരാൾ മിസ്വാക്കോടുകൂടെ നിസ്കരിക്കാൻ നിന്നാൽ അവന്റെ തൊട്ടടുത്ത് മലക്ക് വന്ന് നിൽക്കും. അങ്ങനെ ഫയസ്മഉ ഖിറാഅതഹു, ഇവൻ പരിശുദ്ധ ഖുർആൻ ഓതവേ ആ മാലാഖയാ ഖിറാഅത്ത് കേൾക്കുമ്പോ ഫയദ്നു മിൻഹു, ആ മാലാഖ ഇവനോടടുക്കുമല്ലോ ഹത്താ യലഫാഹു അലാ ഫീ. ആ മലക്കിന്റെ വായ ഇവന്റെ വായയുടെ അടുത്ത് വെക്കും. ആ മലക്കിന്റെ വായ ഇവന്റെ വായയിൽ വെക്കും. فما يخرج فيه شيء من القرآن إلا صار في جوف الملك. അങ്ങനെ ഇവൻ ഓതുന്ന ഖുർആൻ ആ മലക്കിന്റെ ഉള്ളിലേക്കായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക, മിസ്വാക്കിന് നമ്മൾ വലിയ വില കൽപ്പിക്കണം. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. വീട്ടിലേക്ക് കയറിയാൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ശ്രദ്ധിക്കണം, ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഭക്ഷണത്തിന്റെ വല്ല അവശിഷ്ടവും നമ്മുടെ പല്ലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാനെ വിചാരിച്ച് ആ നിലയിൽ അങ്ങനെ തന്നെ ഉറങ്ങരുത് മുഅ്മിനേ. നമ്മുടെ കൂടെ 2 മലക്കുകളില്ലേ, ഈ മലക്കുകൾക്ക് മനുഷ്യന്റെ പല്ലിനിടയിൽ കാണുന്ന ഭക്ഷണം വലിയ വെറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ലൈസ ശൈഉൻ അശദ്ദ അലൽ മലക്കൈനി മിൻ അയ്യറയാ ബൈന അസ്നാനി സാഹിബിഹാ തആമാ. ഈ ഹദീസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് മക്കളോട് പറയണം, ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം. ഇന്നഹു തീർച്ചയായും ലൈസ ശൈഉൻ അശദ്ദ അലൽ മലക്കൈൻ, നമ്മളുടെ കൂടെയുള്ള രണ്ട് മാലാഖമാരില്ലേ? ആരൊക്കെയാണ് ആ മാലാഖമാർ? പടച്ചോനെ, ഉറങ്ങാണോ? നിങ്ങൾ ഉറങ്ങാണോ? ആരാണ് ഈ മാലാഖമാർ? റഖീബും അതീദും മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ രണ്ട് മലക്കുകൾ എല്ലാം എഴുതി വെക്കില്ലേ? ഈ രണ്ട് മലക്കുകൾക്ക് ഏറ്റവും വലിയ വെറുപ്പ് മിൻ അയ്യറയാ ബൈന അസ്നാനി സാഹിബിഹിമാ തആമാ. ആ മലക്കിന്റെ സാഹിബിന്റെ പല്ലുകൾക്കിടയിൽ ഭക്ഷണം കാണുന്നതിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു കാര്യവുമില്ല. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് മിസ്വാക്ക് ചെയ്യണം, പല്ല് തേക്കണം. ഇതുകൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. എത്രയോ രോഗങ്ങൾക്ക് തന്നെ അത് ശിഫയാണ് മുഅ്മിനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. കഫക്കെട്ട് കുറയാൻ നല്ലതാണ്, നമ്മുടെ ശബ്ദം നന്നാവാൻ നല്ലതാണ്, ദീർഘായുസ്സിന് നല്ലതാണ്, മരണവേദന പോലും ലഘൂകരിക്കപ്പെടും. അല്ലാഹുവേ, ഇത് റസൂലുള്ളാഹിന്റെ ഒരു ചര്യയാണെന്ന നിലക്ക് ചെയ്യണം, മുത്ത് നബിയുടെ ചര്യയാണെന്ന നിലക്ക് ഇത് നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഫക്കെട്ട് നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിനു കാഴ്ചയും കൂട്ടുന്നതാ. വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക്, അതുകൊണ്ട് പല്ലി നീ തേക്കലും പതിവാക്ക്. കഫക്കെട്ടു നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിനു കാഴ്ചയും കൂട്ടുന്നതാ. വളയാതെ മുതുകും നീണ്ടു തന്നിരിക്കുന്നതാ, അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ. ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ, ഇതു ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. പല്ലിൻ്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ. അതുമാത്രമല്ലിതു കുഷ്ഠരോഗം കാക്കുമേ, കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. ശ്രദ്ധിക്കണേ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുമാത്രമല്ലിതു കുഷ്ഠരോഗം കാക്കുമേ, കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ, 27 ഫലം അതിനുള്ളതാ. അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ, മുഖവും പ്രസന്നതയാൽ ശരിക്ക് തിളങ്ങുമേ. മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ. ഇതൊക്കെ വലിയ സംഗതിയല്ലേ? ഇതൊക്കെ നിസ്സാരമാണോ മുഅ്മിനെ? മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ. ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ, സന്തോഷമായി മരിക്കുന്നതിനുതകുന്നതാ. വിശ്വാസിയുടെ ദിനരാത്രങ്ങളിൽ മിസ്വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് നിസ്സാരമായ സംഗതിയല്ല, നിങ്ങൾ ഓർക്കണം. ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ, സന്തോഷമായി മരിക്കുന്നതിനുതകുന്നതാ. ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട്, അത് 70 പുറമുള്ളതായി കണക്കുണ്ട്.
മിസ്വാക്കിന്റെ കാര്യമായി പറയണത്, പല്ല് തേക്കുന്ന കാര്യമായി പറയണത്. അത് സുന്നത്തുള്ള സമയങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്താൽ അതിൻ്റെ ശ്രേഷ്ഠത, ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട്, അത് 70 പുറമുള്ളതായി കണക്കുണ്ട്. മൗത്തെന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത്. എന്താണ് റബ്ബേ? മൗത്തെന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതെന്നാണ് ഹദീസിൽ വന്നത്. ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റ് വീണ്ടും തേക്ക്. ദാഹിച്ച നേരം ചെയ്യടോ മിസ്വാക്ക്, ഉച്ചക്ക് ശേഷം സായിമി ഒഴിവാക്ക്. ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം. ഇന്നലെ വരെ അത് ശീലമില്ലാത്തവരാരെങ്കിലും ഒന്ന് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പടച്ചോനെ വിചാരിച്ചിട്ട് പല്ല് തേച്ചിട്ടേ കിടക്കാവൂ. കുറേ നേരമൊന്നും ഇടങ്ങാറായി ഒരക്കൊന്നും വേണ്ട. ചിലരെന്തൊരു വാശി പിടിച്ച് തേക്കുന്ന മാതിരി അങ്ങനെയൊന്നും വേണ്ട. കുറേ നേരമൊന്നും തേക്കണ്ട. പിന്നെ പല്ല് തേച്ച കൂലി കിട്ടണമെങ്കിൽ വിരലുകൊണ്ട് തേച്ചാൽ കിട്ടൂല കേട്ടോ. വിരൽ കൊണ്ട് തേച്ചാൽ പല്ല് തേച്ച കൂലി കിട്ടൂല. എന്തെങ്കിലും ഒരു ഉരമുള്ള വസ്തു കൊണ്ടായിരിക്കണം പല്ല് തേക്കുന്നത്. അതിലേറ്റവും നല്ലത് കൊള്ളിക്കഷ്ണാണ്. നല്ല സുഗന്ധമുള്ള ഏത് കൊള്ളിക്കഷ്ണവും നല്ലതാണ്. അതിലേറ്റവും നല്ലത് അറാക്കാണ്. നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ട് തേച്ചാലോ എന്നാലും കൂലി കിട്ടും, വിരോധമൊന്നുമില്ല. ഇനി ഏതെങ്കിലും ഒരു ഉരമുള്ള വസ്തു കൊണ്ട് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് തേച്ച കൂലി നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പല്ല് തേക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. പല്ലുകൾ തേക്കേണ്ടത് വീതിയിലാണ്. പല്ലിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പല്ലിന്റെ നീളം ഇങ്ങനെയാണ്, വീതി ഇങ്ങനെയാണ്. പല്ല് തേക്കേണ്ടത് വീതിയിലാണ്. വതൂലം ഫിൽ ലിസാനി, നാവ് വടിക്കലല്ല. ശറഈൽ സുന്നത്ത് നാവ് തേക്കലാണ്. ആ നാവിനെ നീളത്തിലാണ് തേക്കേണ്ടത്. ആദ്യം വലതു ഭാഗത്തുള്ള മുകളിലെ പല്ല് തേക്കലാണ് സുന്നത്ത്. അതിലൊക്കെ സുന്നത്തുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു പല്ല് തേക്കുമ്പോഴത്തേക്ക് എത്ര സുന്നത്ത് നമുക്ക് കിട്ടുന്നറിയോ? എങ്ങനെങ്കിലും അതിന്റെ തേക്കലല്ല. വലതു ഭാഗത്ത് മുകളിലുള്ള പല്ലിന്റെ ഉള്ളും പുറവും ആദ്യം തേക്കുക. പിന്നെ താഴ്ഭാഗത്തെ പല്ലിന്റെ ഉള്ളും പുറവും തേക്കുക. പിന്നെ ഇടതുഭാഗത്തെ മുകളിലെ പല്ലിന്റെ ഉള്ളും പുറവും തേക്കുക. പിന്നെ താഴ്ഭാഗത്തെ പല്ലിന്റെ ഉള്ളും പുറവും തേക്കുക. ഇതാണ് സുന്നത്ത്. ബ്രഷ് പിടിക്കുന്നതിൽ പോലും സുന്നത്തുണ്ട്. അവന്റെ ചെറുവിരൽ, വലത് കൈയിന്റെ ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്താക്കുകയും മറ്റു 3 വിരലുകൾ മുകൾ ഭാഗത്താക്കി പിടിക്കുകയും ചെയ്യലാണ് സുന്നത്ത്. അതിലൊക്കെ വളരെ കൃത്യമായി അതിന്റെ ചര്യ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതേപ്രകാരം ഒരു ചാളിനേക്കാൾ കൂടുതൽ വലിപ്പം പാടില്ല ഈ പല്ല് തേക്കുന്ന ബ്രഷ്. അതൊക്കെ ഒരു സുന്നത്താണ്. അങ്ങനെ ഓരോ ഉളൂഇന് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി, സുജൂദ് തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി, ശുക്രിന്റെ സുജൂദിന് വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, ഹദീസ് ഓതാൻ വേണ്ടി, ശർഈയായ ഇൽമു പഠിക്കാൻ വേണ്ടി, ദിക്ർ ചൊല്ലാൻ ഇരിക്കുന്ന സമയത്ത്, പള്ളിയിൽ കയറിയാൽ, വീട്ടിൽ കയറിയാൽ, ഉറങ്ങാൻ വേണ്ടി, ഉണരുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വായ പകർച്ചയുള്ള സമയത്ത്, ഈ ഘട്ടങ്ങളിലൊക്കെയും പല്ല് തേക്കൽ സുന്നത്തുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ദൈനംദിന ജീവിതം ധന്യമാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല ദാഹമുള്ള സമയത്തൊന്ന് പല്ല് തേക്കൽ സുന്നത്താണ്. നോമ്പുകാർക്ക് നോമ്പിന് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. ഏതായാലും ചുരുക്കി പറയാ, ഇങ്ങനെയൊക്കെ ഒരുപാട് കൂലി കിട്ടുന്ന അതിമഹത്തായ ഒരു സംഗതിയാണിത്. വിശ്വാസിയുടെ ദിനരാത്രങ്ങളിൽ മിസ്വാക്കിന് വലിയ പങ്കുണ്ട്. അതിൻ്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് ശ്രദ്ധിക്കണം. ചുരുങ്ങിയത് ഉളുവെടുക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് പല്ല് തേക്കുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സൗകര്യപ്പെടാണ് ഒന്ന് പല്ല് തേക്കുക. ഇടയ്ക്കിടയ്ക്ക് വായയിലൊരു പകർച്ച വരുന്നുണ്ട് തോന്നാണ് പല്ല് തേക്കുക. ഭക്ഷണത്തിന് മുമ്പും ശേഷം. അതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ കഴിയും. ഖബറിൽ വിശാലത കിട്ടാൻ വരെ ഇത് കാരണം.
ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ, സന്തോഷമായി മരിക്കുന്നതിനുതകുന്നതാ. ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട്, അത് 70 പുറമുള്ളതായി കണക്കുണ്ട്. പറഞ്ഞ അങ്ങനെ നീണ്ടുപോകും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു, മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞു, പല്ല് തേക്കലും കഴിഞ്ഞു. ഇൻഷാ അല്ലാ വിശ്വാസിയുടെ ദൈനംദിന ജീവിതം വിശാലമായി നമുക്ക് പറയാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സൗകര്യം പോലെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു ഇതൊക്കെ ഉപകാരപ്രദമായ ഇൽമിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.